തുടർന്ന് അശ്വൻ്റെ വീട്ടിലാണെങ്കിൽ അഞ്ജലിയുടെ വളകാപ്പ് ചടങ്ങ് നടത്താനുള്ള പരിപാടിയിലാണ് അച്ഛമ്മ. അപ്പോൾ മനോരമ പറയുന്നുണ്ട് അതെങ്ങനെ സാധിക്കും, അത് സാധിച്ചേ പറ്റുള്ളൂ, ചടങ്ങുകളൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വൻ ശ്രുതിയെ വീട്ടിൽ കൊണ്ടാക്കി വരുന്നുണ്ടേ. കുഞ്ഞാ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് വളകാപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം അശ്വൻ പറയും ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ നടത്തിക്കോളൂ, അതിനെന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ മനോരമ പറഞ്ഞു കൊടുക്കുകയാണ് അതിന് കുഞ്ഞാ അഞ്ജലി ബേബിയുടെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ വളകാപ്പിന് കുഞ്ഞിൻ്റെ അച്ഛനും കൂടി ഒപ്പം ഉണ്ടെങ്കിലേ നടത്തത്തുള്ളൂ എന്നാ. നോ, അതൊരിക്കലും നടക്കത്തില്ല. അവനില്ലാതെ ഈ ചടങ്ങ് നടത്താമെങ്കിൽ നടത്തിയാൽ മതി, അല്ലെങ്കിൽ നടത്തണ്ടെന്ന് പറയാൻ കേട്ടോ അശ്വൻ. അപ്പോഴേക്കും അച്ഛമ്മ അങ്ങ് ഏറ്റുപിടിക്കുകയാണ്, നിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഞ്ജലി ബേബിയുടെ കാര്യം ഒരു ചടങ്ങും ഇവിടെ നടത്താതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുറേ കാലം കാത്തിരുന്ന് കിട്ടുന്ന കുഞ്ഞാ, അതിനൊരു ദോഷവും സംഭവിക്കാതെ ജനിക്കണം, അതിനിങ്ങനെ ആചാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയണേ. അങ്ങനെ നമ്മുടെ അശ്വനാണെങ്കിൽ അഞ്ജലിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അഞ്ജലി അങ്ങ് മുഖം തിരിക്കുകയാണ് കേട്ടോ. ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ചേച്ചിയുടെ ഭർത്താവിനെ ഇവിടെ നിന്ന് എന്തിനാ പറഞ്ഞു വിട്ടെന്ന് ചേച്ചിക്ക് നല്ലപോലെ അറിയാലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാ വെച്ചത്, പക്ഷെ നീ പറഞ്ഞല്ലോ ശ്യാമേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്തിനാണെന്ന് എനിക്കറിയാന്ന്, പക്ഷേ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ശ്യാമേട്ടനെ ഇവിടെ നിന്ന് എന്തിനാണ് ഇറക്കി വിട്ടതെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വൻ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ ശ്രുതിയും പ്രീതിയും പറഞ്ഞതൊക്കെ കള്ളായിരുന്നോ ചേച്ചി എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ശ്യാമേട്ടനെതിരെയുള്ള തെളിവ് കാണിക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ, അങ്ങനെ തെളിവ് ലഭിക്കാത്ത പക്ഷത്തോളം ഞാൻ ശ്യാമേട്ടനെ അവിശ്വസിക്കില്ല എന്ന് പറയാട്ടോ. എന്തായാലും അച്ഛമ്മയും മുത്തശ്ശിയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ വളകാപ്പ് ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് നിർബന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വളകാപ്പ് ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനും കൂടി വേണം എന്നുള്ള കാര്യം. എന്താ ചേച്ചി ഇത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടണ്ട, ഞാൻ പറഞ്ഞത് ഇവിടെ നടന്നില്ലെങ്കിൽ ആരും ഈ ചടങ്ങ് നടത്താമെന്ന് വിചാരിക്കണ്ട എന്ന് പറയട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വനാണെങ്കിൽ എണീറ്റ് പോവും. എന്നിട്ട് ആകാശിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. അച്ഛമ്മയും ചേച്ചിയൊക്കെ ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അച്ഛമ്മയെ ഓർത്തിട്ടല്ല, ശരിക്കും ചേച്ചിയെ ഓർത്തിട്ടാണ് ഞാൻ അവനെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റാന്ന് വെച്ചത് എന്നൊക്കെ ആകാശിൻ്റെ അടുത്ത് പറയുമ്പോൾ ആകാശ് പറയും അവൻ്റെ കാര്യം നമുക്ക് നോക്കണ്ട, നമ്മുടെ ചേച്ചിയുടെ സന്തോഷമല്ലേ അതല്ലേ വലുത് എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് തിരിച്ചു കയറ്റുന്നതേ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം അഞ്ജലി ചേച്ചിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാ, അതിനു വേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നങ്ങ് പറയുന്ന നേരത്തെ ആകാശ് പറയും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏട്ടാ, ഈ കാര്യം നീ ആരോടും ചെന്ന് പറയാനൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് ഞാൻ പ്രീതിയോട് പോലും പറയില്ല, എന്താ പ്ലാൻ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അശ്വൻ.